ഇന്നൊരു സ്പെഷ്യൽ സ്നാക്സ് ആയിട്ടാണ് ഞാൻ വന്നത്. നമ്മളെ കുട്ടികൾക്കൊക്കെ വളരെയധികം ഇഷ്ടപ്പെടുന്ന എങ്ങനെ നമുക്ക് എളുപ്പത്തിൽ വീട്ടിലുണ്ടാക്കാൻ നോക്കാം. ആദ്യമായാണ് എൻ്റെ ഈ ചാനൽ കാണുന്നതെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്ത് ഞാനിടുന്ന വീഡിയോ നിങ്ങൾക്ക് അപ്പോൾ തന്നെ നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതാണ്. അപ്പോൾ ഈ പൊട്ടാറ്റോ ചിപ്സ് ഞാൻ 2 രീതിയിലാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ ഇത് കടയിൽ നിന്ന് വാങ്ങിക്കുന്ന അതേ ടേസ്റ്റ് തന്നെ കിട്ടുന്നുണ്ട്. അതിന് ഞാനൊരു സീക്രട്ട് ഇൻഗ്രീഡിയൻസ് ഞാനിതിൽ ചേർക്കുന്നുണ്ട്. അപ്പോൾ വീഡിയോ ഫുള്ളായിട്ട് സ്കിപ്പ് ചെയ്യാതെ കാണുക. ഞാനിവിടെ ഒരു 4 ഉരുളക്കിഴങ്ങ് എടുത്തിട്ടുണ്ട്. അത് തൊലിയെല്ലാം കളഞ്ഞ് കഴുകി വൃത്തിയാക്കി വെച്ചിട്ട് നല്ല തണുത്ത വെള്ളത്തിൽ ഞാനൊരു 5 മിനിറ്റ് ഇട്ട് വെക്കുന്നുണ്ട്. അങ്ങനെ ഇട്ട് വെച്ചിട്ടില്ലെങ്കിൽ നമ്മൾ ഉരുളക്കിഴങ്ങിൻ്റെ കളർ മാറിപ്പോവും. നമ്മൾ ഈ പൊട്ടാറ്റോ വെള്ളത്തിലിട്ടിട്ട് ഇപ്പോൾ 5 മിനിറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ഇത് നമുക്ക് വെള്ളത്തിൽ നിന്ന് മാറ്റാം. അപ്പോൾ ഇതാ കണ്ടില്ലേ, ഇതാ നല്ല വൈറ്റ് കളറിൽ തന്നെ വന്നിട്ടുണ്ട്, അല്ലാണ്ട് കളർ ചേഞ്ച് ഒന്നും വന്നിട്ടില്ല. അപ്പോൾ നമുക്കിത് നൈസായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ നമ്മൾ ഈ പൊട്ടാറ്റോ ഞാൻ 2 ഡിസൈനിലാണ് കട്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ എന്താ വേണ്ടതെന്ന് വെച്ചാൽ കഴിയുന്നത് നൈസാക്കിയിട്ട് കട്ട് ചെയ്യാൻ ശ്രദ്ധിക്കുക. അപ്പോൾ ഈ 2 ഡിസൈനും ഞാൻ ഈ ഒരു കട്ടിങ് മെഷീനിൽ വെച്ചിട്ട് തന്നെയാണ് കട്ട് ചെയ്തിട്ടുള്ളത്. നന്നായിട്ട് നൈസാക്കിയിട്ട് ഇങ്ങനെ കട്ട് ചെയ്യാൻ ശ്രദ്ധിക്കണം. ഇനി ചൂടായ എണ്ണയിലേക്ക് ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഞാനിവിടെ വെളിച്ചെണ്ണയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇത് നമുക്ക് ഓരോന്നായിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ നിങ്ങൾ ഇടുമ്പോൾ ശ്രദ്ധിക്കുക, ഒന്നിച്ചങ്ങ് ഇട്ട് കൊടുക്കാൻ പറ്റില്ല. അപ്പോൾ തമ്മിലൊട്ടിയിട്ട് നമുക്കിത് ഫ്രൈ ആയിട്ട് കിട്ടില്ല. അപ്പോൾ കുറച്ചായിട്ട് നമുക്കിത് ഇട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കണം, എന്നാലേ നമുക്ക് ക്രിസ്പി ആയിട്ട് കിട്ടുള്ളൂ. അപ്പോൾ ഇത് തമ്മിലൊട്ടാതെ നമുക്കിതിങ്ങനെ ഇളക്കി കൊടുക്കണം. ഇനി ഇതിലേക്ക് ഞാൻ കുറച്ച് ഉപ്പ് വെള്ളം കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമ്മൾ ഈ പൊട്ടാറ്റോ ചിപ്സിന് ഉപ്പിൻ്റെ ടേസ്റ്റും കൂടി കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇതുപോലെ ഉപ്പ് വെള്ളം കുടഞ്ഞു കൊടുക്കാം നമുക്ക്. ഇതിങ്ങനെ ഇളക്കിക്കൊണ്ടേ ഇരിക്കണം. അപ്പോൾ ഞാനിപ്പോൾ ഹൈ ഫ്ലെയിമിലിട്ടിട്ട് തന്നെയാണ് ഇത് ഫ്രൈ ചെയ്തെടുക്കുന്നത്. നമ്മളെ ചിപ്സ് ആയിട്ടുണ്ട്, നമുക്കിത് എണ്ണയിൽ നിന്ന് കോരി മാറ്റാം. ഇനി അടുത്തതും കൂടി നമുക്ക് ഇതുപോലെ തന്നെ ഫ്രൈ ചെയ്തെടുക്കണം. ഇനി ബാക്കിയുള്ള ഉരുളക്കിഴങ്ങ് കൂടി നമുക്ക് ഇതിലേക്ക് ഇട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ ഇതുപോലെ കുറേ ഇട്ട് കൊടുക്കാൻ പറ്റില്ല, കുറച്ച് ഇട്ട് കൊടുത്തിട്ട് ഫ്രൈ ചെയ്തെടുക്കണം. നിങ്ങളിപ്പോൾ ഫ്രൈ പാനിൽ ഇതിപ്പോൾ ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കുറച്ചും കൂടി കൂടുതൽ ഇട്ടിട്ട് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ ഈ ഒരു ചട്ടീൻ്റെ ഇത് വെച്ചിട്ടാണ് ഞാൻ പറഞ്ഞത് കുറച്ച് ഇട്ട് കൊടുത്തിട്ട് ഫ്രൈ ചെയ്തെടുക്കണമെന്ന്. അപ്പോൾ ഞാൻ ഈ കായ വറുത്തതും കപ്പ വറുത്തതും ഇതെല്ലാം ഇതിലേ തന്നെയാണ് ഞാൻ ചെയ്തെടുക്കാറ്. അതാണ് എനിക്ക് കുറച്ച് കൂടുതൽ ടേസ്റ്റായിട്ട് കാണുന്നത്. ഇനി ഇത് ഞാൻ വേറൊരു ബൗളിലേക്കാണ് ഇട്ട് കൊടുക്കുന്നത്. ഇനി നമുക്കിതിലേക്ക് മസാലപ്പൊടി ചേർക്കാം. ഞാൻ ഇതിലേക്ക് നൂഡിൽസിൻ്റെ മസാലയാണ് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ ഈ ഒരു ചിപ്സാണ് ഞാൻ കടയിൽ നിന്ന് വാങ്ങിക്കുന്നത്, അതേ ടേസ്റ്റുള്ള ചിപ്സ് എന്ന് പറഞ്ഞത്. അപ്പോൾ ഇതിലേക്ക് ഞാൻ ഉപ്പും മുളക് പൊടിയും മാത്രമേ ഇട്ട് കൊടുക്കുന്നുള്ളൂ. അപ്പോൾ ഇതും നമുക്ക് നല്ലൊരു ടേസ്റ്റായിട്ട് തന്നെ കിട്ടുന്നുണ്ട്. അപ്പോൾ നിങ്ങളെല്ലാവരും ഉണ്ടാക്കി നോക്കുക. നമ്മളെ കുട്ടികൾ ഇപ്പോൾ സ്കൂളിൽ നിന്ന് പോകാത്ത ടൈമല്ലേ, അപ്പോൾ അവർക്ക് ഉണ്ടാക്കിയിട്ട് നമുക്ക് കൊടുക്കാം. അപ്പോൾ അവർക്ക് വളരെയധികം ഇഷ്ടപ്പെടും. അപ്പോൾ ഇത് നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ നിങ്ങൾ തീർച്ചയായും ഇതിൻ്റെ കമൻറ്റ്സ് അറിയിക്കുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക.